ചങ്കൾ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ അന്നത്തെ ഐറ്റം ഒരു അറബിക്ക് നാഷിപ്പാണ് നമ്മുടെ നാട്ടിലെ വരട്ട് മസാലയൊക്കെ മാതിരിയുള്ള ഒരു ഐറ്റം. എന്തായാലും നമ്മളെ ചെമ്പടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് അതിലേക്ക് ഒരു 3 ഉള്ളി കനം കുറച്ച് കട്ട് ചെയ്ത് നന്നായിട്ട് വാടിയതിനു ശേഷം 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പാടെ ചതച്ച നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പച്ചച്ചൂരും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പോത്ത തക്കാളി 4 എണ്ണം ഒരു മേളിൽ ലെവലിൽ കട്ട് ചെയ്തിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഏകദേശം അങ്ങനെ ബന്ധു ഉടഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ 4 സ്പൂൺ അറബി മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് മട്ടൻ മസാല ചേർക്കുക. വേണമെങ്കിൽ ചേർക്കല്ലെങ്കിൽ ഒഴിവാക്കാം. ആവശ്യത്തിൽ ഏകദേശം 2-2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു ചുറുക്കിന് വേണ്ടിയിട്ടും ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടുമാണ്. നാരങ്ങ ചേർക്കുന്നുണ്ട്, എന്നാലും നന്നായി പിഞ്ഞ് പരമാവധി എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക. അപ്പൊ നമ്മളിവിടെ കുടലിൽ കെക്കി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആടിന്റെ കാല് ഇവിടെ നേരേക്ക് വെച്ചിട്ടുണ്ട്. കുടലിൽ ഏകദേശം തിളപ്പിച്ചതിന്റെ കച്ചറൊക്കെ ഒഴിവാക്കിയ ശേഷം നേരെ കുക്കർക്ക് ഇട്ടു. ആടിന്റെ കാല് ഇതേമാതിരി തന്നെ കുക്കറിലിടും. അതിൽ മസാലയും കാര്യങ്ങളും ചേർക്കില്ല. പച്ചക്കറി ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റേ ചേർക്കുള്ളൂ. അതിലെ ആടിന്റെ കജ്ജും കാലൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ കുക്കറിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പുമ്പാട്ടിട്ട് വേവിച്ച് കൊടുക്കുക. 1/2 മണിക്കൂർ ചെറിയ തിജിൽ വെച്ചാണ് വെന്ത് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പച്ചക്കറി നേരെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. പച്ചക്കറി ഇടുമ്പോൾ ചെറിയ തിജ്ജേ പറ്റുള്ളൂ. ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അത് ചെറിയ തിജിനോട് ഇരുന്നൂടെ കൂടുതൽ വാകാനും പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുടലും കജ്ജും കാലക്കൂടെ വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിജ്ജ് എന്താക്കിയിട്ട് ഞാൻ എന്താ പതുക്കെ പിസിലൊന്ന് പൊക്കി കൊടുക്കുക. അപ്പൊ അതിൽ ആവിയും കാര്യങ്ങളൊക്കെ പോകും. എന്നിട്ട് നമ്മൾ ആ മൂടി ഇങ്ങോട്ട് തുറക്കുക. കുടലിൽ അതിലെ വെള്ളം ഒഴിവാക്കിയിട്ടും ചെയ്യും നമ്മൾ നേരെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതേമാതിരിയാണ് നമ്മൾ കുടലിൽ വേവിച്ചിട്ടുള്ളത്. ഇപ്പൊ നല്ല വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലിന്റെ ഉള്ളിലുള്ള നെജ്ജും മജ്ജയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടാവും. അതേമാതിരി മസാലയൊക്കെ കോരിട്ട് കൊടുക്കുക. അത്ര തന്നെ ചിജാളൂ. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിലുള്ള വെള്ളം അത് കൊയ്ക്കരുത് കേട്ടോ. കുടലും കജ്ജും കാലും അന്ന് ഇങ്ങോട്ട് ഊറ്റി നേരെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ചെറിയ തിജിന് വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടാണ് കൂട്ടി യോജിപ്പിക്കുക. ഇത്ര തന്നെ ചിജാളൂ ഒക്കെ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി മാറണമെങ്കിൽ ഒരു പേസ്റ്റ് മാതിരിയായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും വേണം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് മസാലയും കാര്യങ്ങളൊക്കെ നേരെയാണ് സെറ്റ് ആയതിനു ശേഷം തിളപ്പിച്ച വെള്ളം നേരെയൊക്കെയാണ് പാർന്നു കൊടുക്കും. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഇത്രയുള്ള പണി. അപ്പൊ അറബി വീട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരത്തിൽപ്പെടും. ആടിന്റെ കജ്ജും കാലും കുടലുകൊണ്ടൊക്കെ അങ്ങനെ റൈറ്റ് ഉണ്ടാക്കും. ഉണക്കനാരങ്ങ ഒരു 4 2 സൈഡിൽ ഓരോ തുളച്ചിട്ട് അതിൽ ഇട്ട് വെക്കുക. അങ്ങോട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു തിജിന് ഒരു 300 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക. നാരങ്ങട്ട മൂടി വെക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും വേണം 300 സെക്കൻഡ് കഴിഞ്ഞാൽ നേരെ ഇതേമാതിരി താസേക്കാണ് വിളമ്പുക. സംഭവം അതിന്റെ കാണാനൊരു ചൊറുക്കും അതിന്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആടിന്റെ കജ്ജും കാലം കുടലുകൊണ്ട് നാശം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പച്ചക്കറി ചേർക്കലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി ചേർക്കല്ല. എന്തായാലും നല്ല സംഭവം സാറാണ്. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ഓക്കെ ബൈ. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്.